രാഹുൽ, നിനക്ക് വേറെ ഓപ്ഷനുകളില്ല. നീ ആർക്ക് വേണ്ടിയായിരുന്നു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്? അത് അന്ന് ആ കാറിൽ അവിടെ ഉണ്ടായിരുന്നത് ആരാണ്? പറയണം സർ, പ്ലീസ് സർ, എന്നെ തല്ലരുത്. ഞാൻ പറയാം. അത് ഇങ്ങോട്ട് എണീറ്റ് വാടാ. അതെ, അത് ഞങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. പറയൂ കിരൺ, സ്നേഹയുടെയും റൂബിന്റെയും കൊലപാതകം നടന്ന ദിവസം എന്താ സംഭവിച്ചത്? സാർ, ഞാൻ പറഞ്ഞതാണല്ലോ, ഞാൻ പുറത്തോട്ട് പോകുന്ന വഴിക്ക് അവരുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ശബ്ദവും ബഹളവും ഒക്കെ ഞാൻ കേട്ടു. അതല്ല, എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. നീ ഇനി എന്ത് നുണ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. നിനക്കെതിരായിട്ടുള്ള എല്ലാ എവിഡൻസും ഞാൻ കിട്ടിയിട്ടുണ്ട്. അവൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നതും വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു കയറുന്നതായിട്ടുള്ള വിഷ്വൽസ് എല്ലാം അതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് അവൻ പറഞ്ഞത്. ഫ്ളാറ്റിലെ ക്യാമറയിൽ നിന്നും നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും കാറ് പാർക്ക് ചെയ്തിട്ട് തിരികെ കയറി വരുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ലഭിച്ചിട്ടുണ്ട്. അതിലെ സമയവും സ്നേഹ കൊല്ലപ്പെട്ട സമയവും ഒന്നാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിരൺ ഉത്തരം പറഞ്ഞേ മതിയാവും. നീ എന്തിനാണ് സ്നേഹയെയും റൂബിനെയും കൊലപ്പെടുത്തിയത്? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ രാഹുലുമായി ചേർന്ന് CCTV വിഷ്വൽസ് മാറ്റിയതെന്ന്? എന്തിനായിരുന്നു നീ അന്ന് പാർക്കിങ്ങിൽ കാർ റെഡിയാക്കിയിട്ടത്? മിനിമം ഈ 3 ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറഞ്ഞേ മതിയാവും. Come on!